ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കിങ്ങിണിക്കൊരു ബ്ലൗസ് തയ്ക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടി ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ും ഇതുപോലെ കട്ട് ചെയ്ത് ക്യാൻവാസിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് മടക്കി തയ്ക്കുകയാണ് ചെയ്യണത് ആദ്യം തന്നെ. അപ്പോൾ ഇത് ബാക്ക് നെക്കാണ് കേട്ടോ, ബാക്കിലെ കഴുത്താണ് ഈ ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് വെട്ടണത് കാണിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പാറുവിനെ തയ്ച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല ഭംഗി തോന്നിയത്. അപ്പോൾ കിങ്ങിണിയുടെ തയ്ക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം കിങ്ങിണിയുടെയും പാറുവിൻ്റെയും ഞാൻ ഒരുമിച്ച് വെട്ടി വെച്ചായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് സ്ക്വയറാണ് കൊടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ സൈഡൊന്ന് വെട്ടിയിട്ട് ലെവൽ ചെയ്ത് മടക്കി തയ്ക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമ്മുടെ ലൈനിങ് ക്ലോത്തും നമ്മുടെ നല്ല ക്ലോത്തും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട, അങ്ങനെ തെന്നി പോകാതിരിക്കാൻ. അപ്പോൾ നല്ല ക്ലോത്തിൻ്റെ ബാക്ക് വശത്താണ് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. അത് മാറിപ്പോകരുത്. ഇങ്ങനെ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും കൂടി അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ സൈഡിലുള്ള കൂടുതൽ നിൽക്കുന്ന ആ പീസുകളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ലൈനിങ്ങിലാണ് കറക്റ്റായിട്ട് അളവെടുത്ത് കട്ട് ചെയ്തത് കേട്ടോ. അതാണ് മറ്റേ പീസ് ഇത്തിരി കൂടുതൽ നിൽക്കുന്നത്. എന്നിട്ട് നമ്മുടെ നല്ല വശത്ത് ഇതുപോലെ ക്യാൻവാസ് വെച്ച് അടിക്കേണ്ടത്, ക്യാൻവാസ് നെക്കട്ട് അത് വെച്ച് അടിക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ കോർണറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടണം, ഇല്ലാന്നുണ്ടെങ്കിൽ മടക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതിനുശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് തയ്ക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യണത്. ശരിക്കും ഹെമ്മിങ് ചെയ്യാണിത് ചെയ്യുക. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റിച്ച് നെക്കിൻ്റെ അവിടെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലൊരു പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും കിങ്ങിണീസ് മടി കയറി വന്നിരുന്നിട്ട് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ടൈം പോയി. അതിന് ശേഷം ബാക്ക് പീസ് എടുത്തിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും നേരത്തെ വെച്ച് അറ്റാച്ച് ചെയ്ത് അടിച്ച പോലെ തന്നെ അടിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിൽ നമ്മൾ നല്ല വശത്ത് തന്നെ നെക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഞാൻ നേരത്തെ ഒരു ചെറിയ സ്ക്വയർ പീസ് അടിച്ചില്ലേ, അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കേണ്ടത്. ഇത് നിർബന്ധമില്ല, എനിക്കൊരു വൃത്തിക്ക് വേണ്ടി അടിച്ചെന്നുള്ളൂ. പീസ് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ നേരത്തെ നെക്ക് കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്യുക. കോർണറുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് കണ്ട. അപ്പോൾ എല്ലാ കോർണറിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാറുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് മറച്ചടിക്കല്ല, പകരം ഷോൾഡർ കൂട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല വശം ചേർത്ത് വെക്കുക. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ബാക്കിലെ ക്യാൻവാസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഫ്രണ്ടിലോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കാണ്ട് നമ്മൾ ഷോൾഡർ ക്ലോസ് ചെയ്യുക. 2 സൈഡ് ഷോൾഡറും ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ക്യാൻവാസ് മടക്കി അടിക്കുന്നത്. ബാക്കിലെ ക്യാൻവാസ് പ്രസ് ചെയ്ത് അടിക്കുന്നത് അതിന് ശേഷമാണ്. അതിനുശേഷം ഞാൻ ഒരു പഫ് സ്ലീവാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്ലീവ് വലുതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രില്ലിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പൊന്തി നിൽക്കുന്നൊരു പഫ് സ്ലീവാണ് കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക കുട്ടികളുടെ സ്ലീവ് കണ്ടിട്ടില്ല, അതുപോലത്തെ ഒരു സ്ലീവാണ്. അതിനുശേഷം ഇപ്പുറത്തെ സ്ലീവ് ഞാൻ അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തടിക്കണം കേട്ടോ. നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ പ്രസ് ചെയ്തടിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തടിക്കുക. തുമ്മലും ജലദോഷമൊക്കെ ആയിട്ട് സൗണ്ടിന് ഒരിത്തിരി വ്യത്യാസമുണ്ട്, ഞാൻ തന്നെയാണത്. ഇനി നമുക്ക് നമ്മളെ സൈഡിൽ അളവെടുത്തൊന്ന് മാർക്ക് ചെയ്തിട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. 2 സൈഡിലും അളവ് എടുത്ത് വരച്ചിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണ്ട്. എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ചെയ്യുന്നത്. എല്ലായിടത്തും 2-3 സ്റ്റിച്ച് ഇടണം കേട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ അറ്റാച്ച് ചെയ്യാൻ ഒരു വള്ളിയും ഒരു ഫ്ലവറുമാണ് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത്. വേണ്ടി ഇതുപോലെ സ്ക്വയർ പീസ് ഒരു 3 എടുത്തിട്ടുണ്ട്. ലൈനിങ് അടക്കമാണ് 3. നൈസ് തുണി ആയതുകൊണ്ടാണ് ലൈനിങ് എടുത്തത്. എന്നിട്ട് അതിൽ ക്യാൻവാസ് അയൺ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് 3 സൈഡ് തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ മറച്ചിട്ടതിന് ശേഷം
നമ്മൾ പ്രസ് ചെയ്ത് അടിക്കണം. പിന്നെ ആ ഒരു ഓപ്പണായി കിടക്കുന്ന സൈഡ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ക്ലോസ് ചെയ്ത് അടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ക്യാൻവാസ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തളർന്ന് കിടക്കും, പിന്നെ എല്ലായിടത്തും തുന്നി കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. അതാകുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് നല്ല വിടർന്ന് നിന്നോളും. അതുപോലെ തന്നെ നമ്മുടെ വള്ളിയിലും ക്യാൻവാസ് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ 2 ലൈനിങ് അപ്പുറം ഇപ്പുറം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നല്ല തുണിയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് തിരിച്ച് വെക്കാം. നമുക്ക് ക്യാൻവാസ് പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മുടെ 3 സൈഡ് അടിച്ചെടുക്കാം. ഒരു സൈഡ് നമ്മൾ അടിച്ചെടുക്കുന്നില്ല. അപ്പോൾ ക്യാൻവാസ് വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു സൈഡ് ഓപ്പൺ ആക്കി വെക്കുന്നില്ല. അത് ഏറ്റവും വലിയ സൈഡ് ഓപ്പൺ ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ കണ്ട അപ്പോൾ ഈ ഒരു ചെറിയ 2 സൈഡും ഇപ്പുറത്തെ ഒരു സൈഡും ക്ലോസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ ചെറിയ സൈഡാണ് ഓപ്പൺ ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മറച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും ക്യാൻവാസ് ഉള്ളതുകൊണ്ട്. ഇതാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ മറച്ചെടുക്കാം. കോർണറുകളൊക്കെ നല്ല എന്തെങ്കിലും വെച്ച് കുത്തി നല്ല ഷേപ്പാക്കി എടുക്കാം. അതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചിട്ട് നമ്മൾ ഓപ്പണായിരിക്കുന്ന ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മടക്കി വെച്ച് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഫ്ലവറാണ് കേട്ടോ, ഈ ടോപ്പിൻ്റെ ഭംഗി. ഫ്ലവർ കണ്ടപ്പോഴാണ് എനിക്കിത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയത്. പാറിനെ ആദ്യം അടിച്ചു, അതിന് ശേഷമാണ് കിങ്ങിണിക്ക് അടിച്ചത്. അപ്പോൾ കിങ്ങിണിക്ക് അടിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അതാണ് കൂടുതലും കട്ട് ചെയ്യുന്ന വീഡിയോ ഇല്ലാതായിപ്പോയതെന്ന് വെച്ചാൽ, കട്ട് ചെയ്യുന്ന വീഡിയോ അവളുടെ അളവിൽ ജസ്റ്റ് ഒരു ബോഡിപ്പാട്ട് കട്ട് ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതൊന്നും അതിനകത്തില്ല. ബാക്കിയെല്ലാം ക്യാൻവാസിലാണ് വന്നിരിക്കുന്നത്. ക്യാൻവാസിൽ അതുപോലെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അയൺ ചെയ്ത് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വള്ളി ഇപ്പോൾ തയ്ച്ച് ഫിനിഷ് ആവാറായിട്ടുണ്ട്. അതായത് ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് മടക്കി പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ തയ്ച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു വള്ളി ഒന്ന് ഇതുപോലെ പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്ലിറ്റൊന്നും ഇട്ടിട്ടില്ല, നമ്മളെ ക്രോപ്പ് ടോപ്പ് പോലെയാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ അടിമടക്കി അടിക്കാൻ നല്ല സുഖമായിരുന്നു. സ്ലിറ്റൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കാനല്ലേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മടിയിൽ വന്നിരിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ കളിക്കാൻ ഒരു നെറ്റ് കൊടുക്കും. നമ്മൾ പോയി കളിക്കുന്ന സമയത്തൊക്കെയാണ് തയ്ച്ചത്. നമ്മളെ ഫിനിഷ് ലുക്ക് ഇതാണ് കേട്ടോ. അതായത് ഇതുപോലൊന്ന് ഫ്ലവർ ഇവിടെ വെച്ച് തുന്നി കൊടുക്കാം. കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് ഇപ്പം മോളുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.